ഒന്ന് വളരെ വലിയ ക്ഷാമം വരാൻ പോകുന്നു. അത് ഇന്ത്യക്ക് മനസ്സിലായി. അത് LPG മാത്രമല്ല, LPG ആണ് ഇപ്പോഴെങ്കിൽ എണ്ണ ഒരുപാട് താമസിക്കുന്നതാണോ വിചാരിക്കുന്നത്. ഇപ്പോൾ പെട്രോൾ അതും അധികം താമസിക്കാതെ സംഭവിക്കും. ഈ രണ്ട് കാര്യങ്ങളും വളരെ വലിയ ക്രൈസിസിലേക്ക് നമ്മൾ പോവുകയാണെന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ യുദ്ധം ഇന്ത്യക്ക് തടയാൻ പറ്റുമായിരുന്നു എന്ന് പോലും ചിന്തിക്കേണ്ട ഒരു തിരിച്ചാലോചിക്കേണ്ട ഒരു സമയമാണ്. ഈ USA-യുടെയും ഇസ്രായേലിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് പാർട്ട്ണറായി ഇന്ത്യ മാറിയൊരു സാഹചര്യമാണ്. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ ഇറാൻ ചെയ്യും എന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവർക്ക് മനസ്സിലായില്ലായിരിക്കും. പക്ഷേ വേറൊരു വസ്തുത കൂടി ആലോചിക്കണം. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ഇസ്രായേലിൻ്റെ താല്പര്യം എന്തായിരുന്നു? ഇസ്രായേൽ ഒരു വളരെ ചെറിയ രാജ്യമാണ്, അവർ സർവൈവ് ചെയ്യും. ഇറാൻ ഒരു കാരണവശാലും നന്നാവരുത്, നശിച്ച് നാമാവശേഷമാവുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ബീബി എന്ന ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ആ ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങുകയാണ്. അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇസ്രായേലിന് ആ ഏരിയയിൽ വേണ്ടത് ഒരു അശാന്തിയാണ്, ഒരു വലിയ കെയോസാണ്. ഗൾഫിൽ മൊത്തം ഉണ്ടാകേണ്ടത് കെയോസാണ്. ഇന്ത്യക്ക് വേണ്ടത് ഗൾഫിൽ സമാധാനമാണ്, സുസ്ഥിരതയാണ്. ചുരുക്കത്തിൽ നമ്മുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള എനർജി കൺസേണിൽ ഇസ്രായേലിൻ്റെ താല്പര്യവും നമ്മുടെ താല്പര്യവും ഘടകവിരുദ്ധമാണ്. ഈ അടിസ്ഥാന തത്വം ഇന്ത്യക്കോ മോദിക്കോ മനസ്സിലായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ്? യുദ്ധത്തിന് തൊട്ട് മുമ്പ് അടിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായ സമയത്ത് അവിടെ പോയി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കെട്ടിപ്പിടിച്ച ആളുടെ പേരാണ് നരേന്ദ്രമോദി. അതേ ഇസ്രായേൽ നടത്തി വെച്ച യുദ്ധത്തിൻ്റെ പരിണത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് നമ്മളെ രക്ഷിക്കാനാവില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ വിതറിക്കഴിഞ്ഞാൽ മൈൻ ആരെടുത്ത് മാറ്റുമെന്നാണ്. നേരത്തെ ദാവൂദ് സൂചിപ്പിച്ചതുപോലെ മൈൻ വീഴാൻ പോകുന്നുവെന്ന് പറഞ്ഞാൽ തന്നെ ഇൻഷുറൻസ് തുകകൾ കൂടും. ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ല ഒരു കപ്പലിനും. അതായത് സത്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയത് ഇസ്രായേലിൻ്റെ മിസൈലുകളല്ല, ഇറാൻ്റെ മിസൈലുകളല്ല. മിസൈൽ അടിക്കുമെന്ന പേടിയിൽ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് കൊടുക്കുന്നത് നിർത്തിവെച്ചതാണ്. ഇൻഷുറൻസ് ഇല്ലാതെ ഒരൊറ്റ കപ്പലും പോവില്ല. അവരുടെ ടാങ്കറിടക്കില്ല, മുങ്ങിപ്പോയാൽ തീർന്നില്ലേ, ബില്യണുകളുടെ നഷ്ടം വരും. പക്ഷേ ഇതിനിടയ്ക്ക് വളരെ കൗതുകകരമായ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. ടെക്സസിൽ അമേരിക്ക പുതിയൊരു ഓയിൽ റിഫൈനറി തുടങ്ങുന്നു. അമേരിക്ക ഓയിൽ റിഫൈനറികൾ കുറവാണ്, അമേരിക്കയ്ക്ക് അതിൻ്റെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ടെക്സസിൽ ഒരു പുതിയ ഓയിൽ റിഫൈനറി സ്റ്റാർട്ട് ചെയ്യുന്നു. $300 ബില്യൺ ഡീലാണ്. ആരാണ് നടത്തുന്നതെന്നറിയോ? റിലയൻസിൻ്റെ ഡീലാണ്. അത് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറച്ച് മുമ്പ് അത് ട്വീറ്റ് ചെയ്തു. പുതിയ സാധനം വരികയാണ്, ഒരുപാട് പേർക്ക് ജോലി കിട്ടും. 50.39 പ്രൊമോട്ടർ സ്ട്രൈക്കിലാണ് റിലയൻസ് വരുന്നത്. നമ്മൾ കലക്കും എന്നാണ് പറയുന്നത്. നോക്കണേ, യുദ്ധത്തിൽ ആർക്കൊക്കെയാണ് നഷ്ടം, ആർക്കാണ് ലാഭം? ഇവിടെയും റിലയൻസിനൊരു പുതിയൊരു ഓയിൽ റിഫൈനറി വരികയാണ്. ജാംനഗറിലെ റിലയൻസിൻ്റെ ഓയിൽ റിഫൈനറിയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട അസംസ്കൃത എണ്ണ എവിടുന്നാണ്? അത് ഹോർമൂസ് കടലിൽ കൂടി ഇവിടെ വരേണ്ടതാണ്. അതിന് വരില്ല കുറേ കാലത്തേക്ക്. ആ സാധനം ഏതാണ്ട് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ടെക്സസിൽ ട്രംപിൻ്റെ ആശീർവാദത്തോടെ റിലയൻസ് പുതിയൊരു ഓയിൽ റിഫൈനറി തുടങ്ങുന്നത്. ഇവിടെ പോയാൽ അവിടെ. അപ്പോൾ ലാഭം പിന്നെയും റിലയൻസിനാണ്. ഒരു യുദ്ധം, ഒരു ഭ്രാന്തൻ ഭരണാധികാരിയുടെ നീക്കം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അനുഭവിക്കുന്നു. ഒരു വലിയ വ്യവസായിക്ക് അവിടെയും ഒരു ലാഭമുണ്ടാവും. ഇതുകൂടെ നമ്മളൊന്ന് ഓർക്കണം. ഇതിപ്പോൾ റിലയൻസിന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. പക്ഷേ നോക്കൂ ഇതിൻ്റെ ട്രാജക്ടറി. ഇന്ത്യയിലെ ഊർജ്ജ പ്രതിസന്ധി സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ സമാധാനപരമായി ഈ ഇരുന്ന് സംസാരിക്കുന്ന നമ്മുടെ പോലും നിയന്ത്രണം വിട്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നാളെയോ മറ്റന്നാളോ പോകാം എന്നൊരു സ്ഥിതിയിലാണ്. നമ്മളൊരു ഒരു ഒരു പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു ടൈം ബോംബിൻ്റെ മൂലക്കിരിക്കുന്ന മനുഷ്യരെ പോലെയാണ്. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന കട നാളെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. അത്രയും ക്രൈസിസാണ്. ഇതിവിടെ മാത്രമല്ല, പാകിസ്ഥാനിൽ, ഏഷ്യയിൽ മുഴുവൻ ഈ ക്രൈസിസ് ഉണ്ട്. പാകിസ്ഥാനിലെ സ്കൂളുകളുടെ 4 ദിവസം അതോ 3 ദിവസം മാത്രമേ പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബാങ്കുകൾ മാത്രമേ പ്രവർത്തിക്കൂ. സർക്കാർ ഓഫീസുകൾ പൂട്ടാൻ തീരുമാനിച്ചു, മുഴുവൻ സമയം പ്രവർത്തിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ നോക്കിയാൽ വ്യാപകമായ പ്രതിസന്ധിയാണ് നടക്കാൻ പോകുന്നത്. റിലയൻസ് അപ്പുറത്ത് ടെക്സസിൽ പോയി ഓയിൽ റിഫൈനറി തുടങ്ങുകയും അമേരിക്കയുടെ അവിടുന്ന് കുഴിച്ചെടുക്കുന്ന ഓയിൽ റിഫൈൻ ചെയ്ത് അമേരിക്കയ്ക്ക് കൊടുക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മളെ ആര് രക്ഷിക്കും എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ ദീർഘവീക്ഷണത്തോടെ ആലോചിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് ശ്രമിക്കാമായിരുന്നു ഈ യുദ്ധം ഒഴിവാക്കാനെന്ന് ഞാൻ ഉറപ്പായും വിചാരിക്കും. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഉറപ്പായിട്ടും വിചാരിക്കുന്നു വിളിക്കുമായിരിക്കും. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഇനിയെങ്കിലും വിളിക്കുമായിരിക്കും. ഇന്ന് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ലോകരാജ്യങ്ങൾ മുഴുവൻ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമായിരിക്കും. IEAയുടെ ഒരു റിലീസ് കൂടെ വന്നിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഓയിൽ റിസർവുകൾ, ലോകത്ത് പലയിടത്തും സൂക്ഷിച്ച ഓയിൽ റിസർവുകൾ തുറക്കാനായിട്ടുള്ള 32 രാജ്യങ്ങളിലെ യോഗം നടക്കാൻ പോവാണ്.
ഓയിൽ റിസർവുകൾ മുഴുവൻ തുറക്കണം. അത്രയും വലിയ ഓയിൽ റിസർവ് ഓപ്പൺ അപ്പ് ചെയ്യണമെന്ന് ഐ എ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ അത് ഞങ്ങളുടെ പ്രയോറിറ്റിയിലില്ല, ഇന്ത്യ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഐ എ ആ 32 രാജ്യങ്ങൾക്ക് ആ കത്ത് കൊടുത്തു. കാരണം അത്രയും വലിയ ക്രൈസിസാണ്. നമ്മൾ വിചാരിക്കുന്ന കളിയല്ല ഈ സാധനം എന്നുള്ളത് വ്യക്തമാണ്. അവിടെ ഇന്ത്യക്ക് മാത്രമായ സർവൈവൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ്റെ ജനതയ്ക്കൊപ്പം നമ്മൾ മുങ്ങുക, അല്ലെങ്കിൽ ഇറാൻ്റെ ജനതയ്ക്കൊപ്പം നമ്മളും സർവൈവ് ചെയ്യുക. നോക്കൂ, എവിടെയോ കിടക്കുന്ന ഒരു രാജ്യം, നമുക്കുമായി യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളില്ലാത്ത ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ സർവൈവലും നമ്മുടെ സർവൈവലും ഒരുമിച്ചാകുന്ന ഒരു പ്രത്യേക ദശാസന്ധിയാണ്, ചരിത്രസന്ധിയാണ്. ഇവിടെ എന്ത് ചെയ്യണമെന്നുള്ളത് ഭരണാധികാരികൾ തീരുമാനിക്കണം, ശരിയായി തീരുമാനിക്കണം. അതേ ഉള്ളൂ ഇനി വഴിയുള്ളൂ.